എന്തോ ഒരു ഭാഗ്യത്തിന് അർജുനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞ ആ വക്കീല് രാഘവനുണ്ണിയാണെന്ന് അന്നേരം എനിക്ക് പറയാൻ തോന്നിയത്. അത് അർജുൻ വിശ്വസിച്ചാൽ നമ്മൾ രണ്ടാളുടെയും ഭാഗ്യം. ഇല്ലെങ്കിൽ പണി പാഴ്സലായിട്ട് ഇങ്ങ് വീട്ടിൽ വരുമെന്ന് ഉറപ്പാ. ഏതായാലും ഇക്കാര്യത്തിൽ തന്നെ വിശ്വസിച്ച് ജോലി ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. അത് കളിക്ക്. വിശ്വാസവഞ്ചന മാത്രം ചെയ്ത് ശീലിച്ച മാഡം എന്നു മുതലാ വിശ്വാസത്തെക്കുറിച്ചൊക്കെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്? അല്ല, അത് പിന്നെ അഭി, ഞങ്ങള് വേറൊരു കേസിന്റെ കാര്യം. അല്ല അഭി, ഇതെന്താ ട്രോളി ബാഗുമായിട്ട് എങ്ങോട്ടാ യാത്ര? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്താ, എനിക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അതിന് മാഡത്തിന്റെ പെർമിഷൻ വേണം. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. താനെന്തോടെ ഹരീന്ദ്ര നേരെ ഉരുട്ടിയിട്ട് വീട്ടിൽ പോവാതെ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്നേ? ഇവളുടെ കൂടെ കൂടി ക്രിമിനൽ ലോയിൽ ഇനി വല്ല മാസ്റ്റർ ഡിഗ്രി എടുക്കാനുള്ള പരിപാടിയാണോ? അങ്ങനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സാറുമായിട്ട് ചില കാര്യങ്ങൾ. അല്ല, അങ്ങനെ വല്ല ആലോചന ഉണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കണ്ട കേട്ടോ. ആടിനെ പട്ടിയാക്കുന്ന ക്രൂക്കഡ് വേലകളുടെ കാര്യത്തില് ഇവളാള് മിടിമിടിക്കുക. അഭിലാഷ കാര്യങ്ങൾ കുറെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഈ കേസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ. അയ്യോ വേണ്ടേ, ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. പൊതുവായ ചില വിശ്വാസങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. മാത്രമല്ല, എനിക്കൊരു അത്യാവശ്യ ബിസിനസ് യാത്രയുള്ളതുകൊണ്ട് ചർച്ച നടക്കില്ല. നമുക്ക് ഈ വിഷയം വിടാം. അപ്പോ ഗുഡ് നൈറ്റ്. ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് പകച്ചുപോയി. നമ്മൾ ആ ക്രിമിനൽസിന്റെ കാര്യം സംസാരിക്കുന്നത് വല്ല അഭി കേട്ട് കാണുമെന്നായിരുന്നു എന്റെ പേടി. ഭാഗ്യം, ജസ്റ്റ് മിസ്. അല്ല, പുള്ളിക്കാരൻ എങ്ങോട്ടാ പോയത്? കേട്ടില്ലേ, ബിസിനസ് ട്രിപ്പിന് പൂനെക്ക്. 4-5 ദിവസം കഴിഞ്ഞ ആളിങ്ങെത്തും. അല്ല, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും അത്ര രസത്തിലല്ലെന്ന് തോന്നുന്നല്ലേ? അയ്യോ ഹരീന്ദ്രൻ വക്കീലേ, മുറത്തില് കയറി കൊത്തല്ലേ. നമുക്ക് എന്റെ ദാമ്പത്യം ചർച്ച ചെയ്യണ്ട, തൊഴില് ചർച്ച ചെയ്താ മതി. അർജുന്റെ കേസിൽ താൻ എനിക്കൊപ്പം നിന്നാ തന്നെ ഈ കുടുംബത്തിൽ ഒരാളാക്കാൻ കൂട്ടു നിൽക്കാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ താൻ ഓൾറെഡി ശംഖുചക്രത്തിലെ കുടുംബക്കാരനായിട്ടില്ല. സോറി അനുപമ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ വേണ്ടാത്ത കാര്യത്തിലേ കോലിട്ടളക്കാൻ നിക്കണ്ട. താൻ വേഗം ചെന്ന് ആ കൊമ്പ് ഷാജിയോ എന്താ അയാളുടെ പേര്, ആ കൊമ്പൻ ജയൻ, അവനോടൊന്ന് മാറി നിൽക്കാൻ പറ. അർജുനിപ്പോ പിടിവിട്ട് നിൽക്കുന്ന ലക്ഷണമാ. അവന്മാരെങ്ങാനും അവന്റെ കൈ ചെന്ന് പെട്ടാ നമുക്കത് പണിയാവും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. മനസ്സിലായി. തൽക്കാലം അർജുന്റെ പിടി ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെയാ. ഇനി ശേഷിക്കുന്നത് അഞ്ജലിയുടെ കാര്യം. അവൾ ഈ ശംഖുചക്രത്തിൽ എത്തുന്നത് തടയാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഈ അനുപമയ്ക്ക് നന്നായിട്ട് അറിയാം. അല്ല, അഞ്ജലി അവളുടെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ അനുപമ അവിടെ ചെന്നിട്ട് എന്തോ ഡ്രാമ കളിക്കുന്നു പറഞ്ഞിട്ട് അതെന്തായി? ശ്രമിച്ചു, പക്ഷെ അത് വർക്കായില്ല. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ കൈകൊണ്ട് അഞ്ജലി തീരുവെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടും അഞ്ജലിയുടെ പൊന്നാര അച്ഛന് ഒരു കൂസല് പോലും ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ അഞ്ജലി രാഘവനുണ്ണിയുടെ കൈകൊണ്ട് തന്നെ അങ്ങ് തീരട്ടെ. അതാവും അവളുടെ വിധി. നമ്മൾ വെറും കാഴ്ചക്കാര്, അത്ര തന്നെ. ഇതൊരു അപാര മുതൽ തന്നെ. മോൻ ചത്താലും സാരമില്ല, മരുമകളുടെ താലി അറിയണമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ നേരിട്ട് അതിലൊരെണ്ണത്തിനെ കണ്ടു. സ്വന്തം അനിയത്തിയെ സ്വയം വകവരുത്താൻ നടക്കുന്ന രാക്ഷസി. അഞ്ജലി, അഞ്ജലി പ്ലീസ്, ഞാൻ പറയണ താനൊന്ന് കേക്ക്. കേട്ടിട്ട് ഇനി എത്ര നേരം എന്ന് വെച്ചാൽ ഞാൻ കാത്തിരിക്കുന്നേ? ഒരല്പമെങ്കിലും ഉത്തരവാദിത്വ ബോധം ഉണ്ടെങ്കിൽ രാജീവ് ഇങ്ങനെ കാണിക്കോ? അമ്മയുടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അവൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി കാണും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിലത്ത് വീണ് ഡിസ്പ്ലേ പൊട്ടുകയോ അങ്ങനെ എന്തുകൊണ്ടോ സംഭവിക്കാമല്ലോ. കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ന്യായീകരണം അല്ലേ? അതെ അതെ. അല്ല 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 സത്യമായിട്ടല്ല. ആണെങ്കിലും അല്ലെങ്കിലും ഇനി എന്ത് തന്നെ ആയാലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അമ്പാടി. നേരത്തെ ജയചേച്ചി പറഞ്ഞത് അമ്പാടിയും കേട്ടതല്ലേ, രാജീവ് എന്നെ നട തള്ളിയതാണെന്ന്. ഒന്നാലോചിക്കുമ്പോ അതാ ശരിയെന്ന് എനിക്കും തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങുക. അയ്യോ അഞ്ജലി, നോക്കെന്റെ അഞ്ജലി, ആ പൊട്ടിച്ചേച്ചി പറയണത് അഞ്ജലി അല്ലാതെ വേറെ ആരെങ്കിലും വക വയ്ക്കൂ. ഞാൻ പറയണ താനൊന്ന് കേക്ക്. അവനിപ്പോ വരും, എന്നിട്ട് മതി എന്തെങ്കിലും തീരുമാനം എടുക്കുന്നു. സോറി, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ ഒരു മാറ്റവും ഇല്ല. ശരി, ആയിക്കോട്ടെ. പക്ഷെ ഈ നേരത്ത് രാജീവ് ഇല്ലാതെ ഈ രാത്രി എങ്ങോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്? എന്റെ വീട്ടിലേക്ക് തന്നെ, അല്ല ഞാൻ എങ്ങോട്ട് പോവാനാ? അതിന് അഞ്ജലി അവര് പടിയടച്ച് പിണ്ടം വെച്ച പോലെ പറഞ്ഞു വിട്ടതല്ലേ. ആ സ്ഥിതിക്ക് അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? അമ്പാടി പറയുന്നത് ശരിയാ, പക്ഷെ എനിക്ക് മുന്നിലെ മറ്റു വഴികളില്ല. മാത്രമല്ല, ഈ അവസ്ഥയിൽ എന്നെ എന്റെ വീട്ടുകാരെ സ്വീകരിക്കാതിരിക്കില്ല എന്ന എന്റെ വിശ്വാസം. ഞാൻ പോവാ. എടാ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? നിന്നെ ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? നീ ഏതാണ്ട് ഉരുണ്ട് കളിക്കുകയാണെന്നോ കള്ളക്കളി നടത്തുകയാണെന്നോ സംശയിച്ച് അഞ്ജലി ഇറങ്ങിപ്പോ നിൽക്കായിരുന്നു. കളിയെല്ലാം കഴിവിട്ടു പോയി. ഇനി അവളെ പിടിച്ചാൽ കിട്ടും തോന്നണില്ല. എന്താ ഒരടക്കം പറച്ചില്? അടുത്ത് എന്തുടായി പിറക്കാന്ന് ആലോചിക്കുകയാണോ രണ്ടുപേരും? ഹേയ്, അഞ്ജലിയുടെ പ്രശ്നം ജെനുവിനാണെന്ന് ഞാൻ ഇവൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അഞ്ജലി, എനിക്ക് തന്നെ കബളിപ്പിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല. തനിക്കറിയാലോ, ഞാൻ അത്തരത്തിലുള്ള ആളുമല്ല. പക്ഷെ എന്റെ ആവശ്യം ജെനുവിനാ. എനിക്കൊരല്പം സാവകാശം തരണം പ്ലീസ്. ഇതിനുള്ള മറുപടി ഞാൻ പലകുറി തന്നു കഴിഞ്ഞതാ. ഇനി ഞാൻ പോവാ. എടാ, വിളിക്കടാ. പോവാനോ? എവിടെ? എന്റെ വീട്ടിലേക്ക് തന്നെ, അല്ലാതെ എങ്ങോട്ടാ? ഏത് വീട്ടിലോട്ട്? മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല, എന്റെ വീട്ടിലോട്ട് തന്നെ. രാജീവിന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ രാജീവ് കേൾക്കുന്നില്ലല്ലോ. എന്റെ അമ്മ പറഞ്ഞതാ ശരി. വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങൾ നിൽക്കേണ്ടത് പയ്യന്റെ വീട്ടിലാ. അതിന് സാധിച്ചില്ലെങ്കിൽ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ തിരികെ പോണം. അല്ലാതെ എന്റെ മുൻപിൽ മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ല രാജീവേ. അഞ്ജലി പ്ലീസ്, എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് കാര്യങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരല്പ സമയമോ സാവകാശം വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. സോറി രാജീവേ, സമയവും സാവകാശവും ഇല്ല. ഒരവസാന കോംപ്രമൈസ് എന്ന രീതിയിൽ, ഒരവസാന ശ്രമം എന്ന രീതിയിൽ ഒരവസരം കൂടി ഞാൻ തരാം രാജീവേ. രാജീവ് വണ്ടിയെടുക്കാം, നമുക്ക് രാജീവിന്റെ വീട്ടിലോട്ട് തന്നെ പോ. രാജീവിന്റെ വീട്ടുകാരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാം. ഞാൻ കൂടെ ഉള്ളപ്പോ അവർക്ക് രാജീവിനെ തിരസ്കരിക്കാൻ സാധിക്കില്ല. അതെന്റെ ഗ്യാരണ്ടിയാ. ഞാൻ സംസാരിച്ചോളൂ അവരോട്. വാ, നമുക്ക് പോവാം രാജീവിന്റെ വീട്ടിലേക്ക് തന്നെ. വാ. അളിയ, ഇനി വരാനുള്ളതെല്ലാം നീ തന്നെ അനുഭവിച്ചേ പറ്റൂ. ഇനി ഇവിടെ നിന്ന് കൂടുതൽ വെറുപ്പിക്കാതെ നീ വീട്ടിലേക്ക് അവളെയും കൊണ്ട് ചെല്ലാൻ നോക്ക്. നിന്റെ അച്ഛൻ ഉണ്ണിരാഘവൻ വക്കീല് നിന്നെ വെടിവെച്ച് കൊന്നില്ലെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. നീ ഇപ്പൊ ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. ചെല്ല്.
എൻ്റെ 33 കോടി ദൈവങ്ങളെ, നീ വേണം അവരെ കാക്കാൻ. കാത്തോണേ എൻ്റെ ക്ഷമൽത്ര ഭഗവതി. ചോറിൽ വെള്ളം ഒഴിച്ചോന്നുണ്ട്. എന്താടി നിന്റെ സൽപുത്രന് വരാറായില്ലേ ഇതുവരെ? മണിയത്രായെന്ന വിചാരം? അവന്റെ ഫ്രണ്ടിന്റെ എന്തോ മൊബൈൽ ഷോപ്പിന്റെ ഇനാഗുറേഷൻ നാളെയാണെന്ന്. ഇന്നിനി വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു. നാളത്തെ ഇനാഗുറേഷന് ഇന്ന് രാത്രി അവൻ അവിടെ എന്തോ ഉണ്ടാക്കാനാ? അത് അവിടെ എന്തോ അലങ്കരിക്കാനും പിന്നെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണ്ടടി, ശ്രദ്ധിക്കണ്ട. ഒടുവില് നെഞ്ചില് വന്ന് കേറുമ്പോ അനുഭവിച്ചാ മതി. ഹലോ എം പി സാറേ, ഒരു തലക്കടി വാർത്ത പറയാനാണ് വിളിച്ചത്. ഞെട്ടരുത്. തലക്കടി വാർത്തയോ? അതെന്തോന്ന് വാർത്ത? താൻ ആരാ? എവിടുന്നാ ഇത്? ഞാൻ ആരാണെന്നതല്ലല്ലോ പ്രധാനം, പറയാൻ പോകുന്ന കാര്യമല്ലേ. ദണ്ടേ, എതിർ പാർട്ടിക്കാരുടെ കള്ളം വാങ്ങിച്ച് പോന്നിട്ട് എന്റെ സമയം മെനക്കെടുത്താനാണെങ്കിൽ എന്റെ ഭാഷ മാറും. നേരത്തെ പറഞ്ഞില്ല എന്ന് വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറയാൻ പോകുന്നത് പാർട്ടിക്കാരിയല്ല, കുടുംബകാര്യമാണ്. നിങ്ങളുടെ മോക്ക് വേണ്ടി കണ്ടുവച്ചില്ലേ അർജുൻ? അവൻ നിങ്ങളുടെ ശത്രു അഡ്വക്കേറ്റ് അഞ്ജലിയുമായി മുടിഞ്ഞ പ്രേമത്തിലാ. നിർത്തടാ നിന്റെ ഡയലോഗ്. ആ സമയത്ത് മനുഷ്യനെ വിളിച്ച് മെനക്കെടുത്തിയതും പോരാ, തോന്നിയസം പറയുന്നു. ദടേ, എന്റെ മകളുടെയും അർജുന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതാ. ആ സ്ഥിതിക്ക് അവനെ പറ്റി ഇതുപോലെ ഓരോരോ വേണ്ടാധീനങ്ങൾ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, സൈബർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് നിന്നെ തൂക്കിയെടുത്ത് അകത്തിടിക്കും ഞാൻ. അയ്യോ എം പി സാറെ, ചൂടാകല്ലേ. ഞാൻ സാറിനൊരു അഭ്യുദയകാംക്ഷയാണെന്നേ. സാറിന്റെ മോളുടെയും അർജുന്റെയും വിവാഹ നിശ്ചയം നടത്തിയെന്നുള്ളത് നേര്. പക്ഷേ അർജുന് ആ വിവാഹത്തിന് എത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സാറൊന്ന് അന്വേഷിക്കണം. അപ്പം മനസ്സിലാകും സത്യം എന്താണെന്ന്. നീ ആരാ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സാറേ, ഞാൻ ആരാണെന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. എന്തു പറയുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് സാറൊന്ന് ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചു നോക്ക്. ഇതാ അർജുനും അവന്റെ അച്ഛനും കൂടി നിങ്ങളെ പറ്റിക്കുന്ന അന്വേഷിച്ചാൽ മനസ്സിലാകും സത്യം എന്താണെന്ന്. അപ്പൊ ഞാൻ വെക്കുക. ഗുഡ് നൈറ്റ്. ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? നിനക്കറിയാവോ ഇത് വല്ലതും? കേട്ടതൊക്കെ ശരിയാവണമെന്നില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി. ഇതങ്ങനെ ആരോ എന്തോ വിളിച്ചു പറഞ്ഞതൊന്നും അല്ല. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ഒരാളാ. കാവ്യ എവിടെ? ഉറങ്ങിയോ അവള്? ഞാനിവിടെ ഉണ്ട്. പനിക്കൽ തറവാട്ടിൽ ഒരു കതിന പൊട്ടാൻ ഇത് തന്നെ ധാരാളം. തന്റെ പെർഫോമൻസ് കൊള്ളാം. കൊമ്പൻ ജയൻ ചീറ്റിയെങ്കിലും ഇത് സംഗതി വർക്കാവും. എന്താ അച്ഛാ കാര്യം പറ. കാര്യം പറയാം. സത്യം സത്യമായിട്ട് വേണം പറയാൻ. അച്ഛൻ കാര്യം പറ. അത് പിന്നെ മോളെ, ആരോ അച്ഛനെ പറ്റിക്കാനായി എന്തോ വിളിച്ചു പറഞ്ഞത്രേ. എന്ത് വിളിച്ചു പറഞ്ഞു? നമ്മുടെ അർജുൻ അവന് അഡ്വക്കേറ്റ് അഞ്ജലിയായിട്ട് പ്രേമമാണെന്ന്. വെറുതെ പറയുന്നതാ, മോള് അതൊന്നും കാര്യമാക്കണ്ട. എന്താടി, നിനക്കറിയാമോ ഇങ്ങനൊരു വിവരം? അറിയാം.
എന്താടി നിനക്കറിയാമോ ഇങ്ങനൊരു വിവരം? എടി അറിയാമോ? അറിയാം. അർജുനും അഡ്വക്കേറ്റ് അഞ്ജലിയും തമ്മിൽ പ്രേമത്തിലാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നിട്ട് എന്താടി നീ ഇത് എന്നോട് നേരത്തെ പറയാറുന്നു? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന നീ ഇത്രയും വലിയൊരു നെറുകേട് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. എടി കുറഞ്ഞ പക്ഷം അവൻ അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ചാടിപ്പോയപ്പോഴെങ്കിലും നിനക്കിതെല്ലാം എന്നോട് തൊള്ള തുറന്ന് പറഞ്ഞുകൂടായിരുന്നു? പറഞ്ഞിട്ട് എന്തിനാ? അച്ഛൻ പോയി അർജുനുമായിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഒടുവിൽ അതിനെ വലിയ വിഷയമാക്കി അർജുനും അഞ്ജലിയും കൂടി ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്യും. അതുകൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. അച്ഛനും രാഘവനങ്ങളും പറഞ്ഞുറപ്പിച്ചതുപോലെ ഞങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് ഞാനും കരുതി. ഓ അവളങ്ങ് കരുതി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനിയുള്ളത് ഞാൻ ആ രാഘവനോട് തന്നെ പോയി നേരിട്ട് ചോദിച്ചോളാം. അയാളും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ നടക്കുന്നതെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. എവിടെ എന്റെ ഫോൺ? എവിടെ? നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ. ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേക്ക്. നടന്നത് നടന്നു. ഇന്നിപ്പോ അസമയാ. മാത്രമല്ല നിങ്ങൾ കുടിച്ചിട്ടുമുണ്ട്. ഈ അവസ്ഥയില് നിങ്ങളായിട്ട് പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കിയ അത് മോശമാ. മാറടി. മോശമൊക്കെ നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എനിക്ക് പോണം. ഇപ്പൊ തന്നെ രണ്ട് ചോദിക്കണം ആ രാഘവനോടും അവന്റെ മോനോടും. അതൊക്കെ ചോദിക്കാ അച്ഛാ, ഇപ്പോഴല്ല, നാളെ നേരം വെളുത്തിട്ട്. അച്ഛനൊരു ജനപ്രതിനിധിയാ. ഇപ്പോഴത്തെ ഈ മൂഡില് സ്റ്റിയറിംഗിന്ന് കൈ ഒന്ന് പിഴച്ച പത്രത്തില് നാളെ വരുന്നത് എന്താണെന്നൊന്ന് ആലോചിക്കേ. പാർട്ടി പോലും പിന്നെ കൈ തരില്ല. പിന്നെ ഗവർണർ പോയിട്ട് ഷിപ്പായി പോലും ആവാൻ പറ്റില്ല. ഇനി എന്ത് വേണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിക്കും. അമ്മ വന്നേ, നമുക്ക് കിടക്കാം. വാ. എന്തുപറ്റി? വണ്ടി കേടായോ? ഇല്ല, മുന്നോട്ട് പോകാനുള്ള മടി കൊണ്ട് നിർത്തിയതാ. ഞാൻ ആകെ കൺഫ്യൂസ്ഡാ. കമോൺ രാജീവ്, ഇപ്പൊ എന്താ വീണ്ടും ഒരു കൺഫ്യൂഷൻ? അഞ്ജലി, താൻ പറഞ്ഞതല്ല ഞാൻ കേട്ടു. എനിക്ക് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല എന്റെ വീട്ടിലുള്ളത്. എന്ത് സിറ്റുവേഷൻ രാജീവ്? സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്ത് തന്നെ വന്നാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിച്ച ലൈഫ് ലോങ് ഓടിക്കൊണ്ടേയിരിക്കും. ഇനി കൂടുതൽ രാജീവ് ചിന്തിച്ച് തല പുണ്ണാക്കാൻ നിൽക്കണ്ട. നമുക്ക് പോവാം. വണ്ടി എടുക്ക്. അഞ്ജലി, ഞാൻ എന്താ രാജീവേ? ഒന്നുമില്ല. രാജീവിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ചും കൂടി സാവകാശം. അതല്ലാതെ മറ്റെന്തേലും പറയാനുണ്ടോ? അത് പിന്നെ
രാജീവ് എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഉണ്ട്. രാജീവ് എന്തോ ഒളിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം മുതൽ ഞാൻ രാജീവിനെ ശ്രദ്ധിക്കുക. രാജീവിന് ആകെ ഒരു വെപ്രാളവും പരവേശവും. ആ ജയചേച്ചി പറഞ്ഞതുപോലെ എന്നെ നടതള്ളാൻ വല്ലതുമായിരുന്നോ രാജീവിന്റെ ഉദ്ദേശം? ഒരിക്കലുമില്ല. വെറുതെ മനസ്സിൽ ചിന്തിക്കാത്തൊന്നും പറയല്ലേ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, താൻ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഒളിക്കലല്ല, ചില സത്യങ്ങള് തന്നോട് എന്നോ പറയണമെന്ന് വെച്ച ചില ഫാക്ട്സ്, അത് നമ്മൾ പരസ്പരം സംസാരിക്കണം. അതാണ് എന്റെ പ്രശ്നം. അത് മാത്രം. ശരി, കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. അതെന്താണെന്ന് വെച്ചാ ഇപ്പൊ പറയേ, നമുക്ക് സംസാരിക്കാം. നോ, ഒരു പാതിരാത്രി വഴിയരികിൽ നിന്ന് അത് പറഞ്ഞാൽ ശരിയാവില്ല. പ്രത്യേകിച്ചും തന്റെ ഇപ്പോഴത്തെ ഈ മൈൻഡ് സെറ്റില്. ഞാനത് പറഞ്ഞ താൻ കൂടുതൽ അപ്സെറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തനിക്ക് മനസ്വസ്ഥതയുള്ള ഒരു സമയത്ത് മതി. കൂടുതൽ പറഞ്ഞു പൊലിപ്പിക്കണമെന്നില്ല. എനിക്ക് മടുത്തു. വൺ ലാസ്റ്റ് ടൈം ഞാൻ പറയോ, ഒന്നെങ്കിൽ രാജീവ് എന്നെ രാജീവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഇവിടെ ഈ നിമിഷം നമ്മൾ പിരിയുക. തുടർന്ന് അങ്ങോട്ട് എനിക്ക് എന്റെ വഴി, രാജീവിന് രാജീവിന്റെ വഴി. അതാ എന്റെ തീരുമാനം. ഗുഡ് നൈറ്റ് ഫോർ എ ബെറ്റർ മോർണിംഗ്. നാളെ നേരം വെളുത്ത് ഈ പടിവാതിൽ തുറക്കുമ്പോ നീ കാണാൻ പോകുന്നത് നിന്റെ ആജന്മ ശത്രുവിനെയാ. അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകൻ ശിവരാമകൃഷ്ണന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. രാഘവൻ ചതിയന ചതിയൻ.